ഇന്നത്തെ എപ്പിസോഡിലെ ഒരു പ്രധാന ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കാണുന്നത് ജിസയിലും അനുമോളും തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ, ആ ഒരു മഞ്ഞുമല ഉരുക്കുന്നതിൽ ബിഗ് ബോസും ലാലേട്ടനും നല്ല രീതിയിൽ തന്നെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പല രീതികളിൽ ഇവര് പല ടാക്ടിക്സ് ഉപയോഗിച്ച് ഇവരെ രണ്ടുപേരെയും ഒന്ന് നയതന്ത്രപരമായിട്ട് ഒതുക്കാനും രമ്യതപ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിന് അത് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് കേട്ടോ. അതില് പ്രധാനമായിട്ടും അനുമോളോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ജിസേലിന്റെ പെട്ടിയും സാധനങ്ങളും തിരിച്ചു കൊടുത്തോട്ടെ, ലിപ്സ്റ്റിക് ജിസേൽ യൂസ് ചെയ്യും, അത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ അനുമോളോട് ചോദിക്കുന്നുണ്ട്. അനുമോളുടെ ഒരു വാലിഡേഷൻ അവിടെ സീക്ക് ചെയ്യുന്നതായിട്ടൊക്കെ അനുമോൾക്കൊരു തോന്നൽ വരാനായിട്ട്, അനുമോൾ അവിടെ ഒരു എന്താ പറയുക, എനിക്ക് ഈ കാര്യത്തിലൊക്കെ വോയിസ് ഉണ്ടല്ലോ എന്നൊരു തോന്നൽ അനുമോൾക്ക് കിട്ടാനായിട്ടായിരിക്കും. അപ്പൊ പിന്നെ ജിസേലിനെ കൊണ്ട് താങ്ക്സ് പറയിപ്പിക്കുന്നുണ്ട് പെട്ടി തിരിച്ചു കിട്ടിയ സമയത്ത്. എല്ലാവരോടും പിന്നെ അനുമോളോടും താങ്ക്സ് പറയാനായിട്ട് ലാലേട്ടൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ ഇവരെ രണ്ടുപേരുടെയും ആ ഒരു പ്രശ്നങ്ങളെ ഒത്തുതീർപ്പാക്കാനും ഇവരെ രണ്ടുപേരെ രമ്യതപ്പെടുത്താനും ലാലേട്ടനും ബിഗ് ബോസ് നല്ല രീതിയിൽ തന്നെ ശ്രമിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്നും പറഞ്ഞ് ഇവരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും സോൾവ് ആയി എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തുടക്കം മുതലുള്ള ഡേ 2 ഡേ 3 മുതലുള്ള പ്രശ്നങ്ങൾ അനുമോളും ജിസേലും തമ്മിലുണ്ട്. പിന്നെ ഇത് ഒക്കെ സോൾവ് ആയ സമയത്ത് നമ്മുടെ നെവിൻ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, ജിസേലിന്റെ ട്രൗസർ വള്ളി ടീംസും അതേപോലെ തന്നെ അനുമോളുടെ മൂട് താങ്ങി ടീംസും എല്ലാവരെയും പിരിച്ചു വിട്ടിരിക്കുന്നു എന്നൊക്കെ നെവിൻ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പൂർണ്ണമായിട്ട് സോൾവ് ആയതായിട്ട് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. രണ്ടുപേരും രണ്ട് തലങ്ങളിൽ നിൽക്കുന്ന രണ്ട് ഡിഫറെന്റ് വേൾഡുകളിൽ നിന്നും വരുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പൊ അവർ തമ്മിൽ സ്വാഭാവികമായിട്ട് ആശയപരമായിട്ടുള്ള ഡിഫറൻസുകൾ ഉണ്ടാവും. അതിന്റെ പേര് പറഞ്ഞുള്ള വഴക്കുകൾ നമ്മൾ ഇനി കാണും. ഇവര് ഒന്ന് രമ്യതപ്പെടുത്തി ഇതൊരു ഗെയിം ഷോ ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കാഴ്ച കണ്ടു എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതും വളരെ മികച്ച രീതിയിൽ തന്നെ ഇവരുടെ ഒരു ശത്രുത ലെവലിലേക്ക് പോയി ഒരു വയലൻസ് സിറ്റുവേഷൻസിലേക്ക് ഒന്ന് നീങ്ങാതിരിക്കാനായിട്ട് ഇവരെ ഒന്ന് രമ്യതപ്പെടുത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അത് വളരെ നല്ല കാര്യമാണെന്നാണ് പറഞ്ഞത്.